ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. എന്നാൽ പാകിസ്ഥാനിൽ വെച്ച് വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അമേരിക്ക 2 പുതിയ നിബന്ധനകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുക എന്നിവയാണ് US മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്നാണ് വിവരം. ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കരാറിലെത്തുന്നതിന് തടസ്സമാകും എന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇസ്ലാമാബാദിൽ വെച്ച് നടക്കാനിരിക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിലൂടെ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. നിലവിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ഒരു നയതന്ത്ര പരിഹാരം അത്യാവശ്യമാണെന്ന് ഇറാനിയൻ ഭരണകൂടത്തിനുള്ളിലും അഭിപ്രായമുണ്ട്. ഇറാനുമായുള്ള പുതിയ ഘട്ട ചർച്ചകൾ 2 ദിവസത്തിനുള്ളിൽ പുനരാരംഭിക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ശരിയായ അനുയോജ്യരായ ആളുകൾ വൈറ്റ് ഹൌസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഒരു കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ പുതിയ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രണങ്ങളില്ലാതെ തുറന്നുകൊടുക്കണമെന്ന് വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടതായി നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച ഇസ്രായേൽ ഹാമിയോ റിപ്പോർട്ട് ചെയ്തു. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളുടെയും ടാങ്കറുകളുടെയും സഞ്ചാരം ഇനിയും ഇറാൻ തടയുകയാണെങ്കിൽ ഇറാനിയൻ കപ്പലുകളുടെയും ആ വഴിയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് US മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രായേലി മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ ഉടലെടുക്കുന്ന ധാരണകൾക്ക് ഇറാൻ ഭരണകൂടത്തിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും അംഗീകാരം വേണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് വരുന്ന ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് ഏതൊരു കരാറും അന്തിമമാക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിന്നുള്ള പൂർണ്ണമായ പിന്തുണയും തീരുമാനവും എടുക്കാനുള്ള അധികാരവും ഉണ്ടായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ നിബന്ധന. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജി എന്നിവരടങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിൽ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നത രൂക്ഷമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതാണ് US-നെ രണ്ടാമത്തെ നിബന്ധന മുന്നോട്ട് വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ US-ന് മറുപടി നൽകാൻ ഇറാന്റെ രാഷ്ട്രീയ പ്രതിനിധി സംഘത്തിലെ 2 മുതിർന്ന റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരായ അഹമ്മദ് വാഹിദിയും അലി അബ്ദുല്ലാഹിയും അനുവദിച്ചില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നാലെ ഇറാനെ പൂർണ്ണമായ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ നിലപാടെടുക്കണമെന്ന് ഇറാനിയൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫിനോട് പെസഷ്കിയാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ കരാറിലെത്താൻ അധികാരമുള്ള ഒരു രാഷ്ട്രീയ സംഘം വന്നാൽ മാത്രമേ തങ്ങൾ ചർച്ചകളിലേക്ക് മടങ്ങുകയുള്ളൂ എന്ന നിലപാടിലാണ് US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ കഴിഞ്ഞ വാരാന്ത്യത്തിൽ പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇത്. കൂടാതെ 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഇടപെടലുമാണ് ഇത്. ഹോർമൂസ് ഉപരോധിച്ചുവെന്നും കടലിടുക്ക് കടക്കാനോ പുറത്തേക്ക് വരാനോ ഒരു കപ്പലുകളെയും അനുവദിക്കില്ല എന്ന US പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ പരിഹസിച്ച ഇറാൻ, ഉപരോധത്തിന്റെ 1-ാം ദിനം ഇറാൻ ബന്ധമുള്ള 5 കപ്പലുകളാണ് സുഗമമായി ഹോർമൂസിലൂടെ യാത്ര ചെയ്തത്. കപ്പലുകളെ കത്തിച്ച് ചാമ്പലാക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. US മുൻപ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന കപ്പലുകളിൽ 3 എണ്ണമാണ് ഇന്നലെ ക്രൂഡ് ഓയിലുമായി ഹോർമൂസിലൂടെ കടന്നുപോയത്. എന്തായാലും ഈ കപ്പലുകളുടെ കടന്നുപോക്ക് ശ്രദ്ധേയം തന്നെയാണ്. പീസ് ഗൾഫ് എന്ന പനാമയുടെ കൊടിയുള്ള PDM റേഞ്ച് ടാങ്കർ ഇറാനിൽ നിന്ന് UAE-യിലെ ഹമീറിയ തുറമുഖത്തിലേക്കാണ് ഇന്നലെ പോയത്. ഇറാനിയൻ നഫ്തയാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. മഡഗാസ്കറിന്റെ കൊടിയുള്ള ഈ മുർലി കിഷൻ ഇറാഖിലേക്കും പോയി. മുൻപ് റഷ്യൻ ഇറാനിയൻ ക്രൂഡ് ഓയിലുകൾ കൊണ്ടുവന്നിരുന്ന കപ്പലാണ് ഇത്. ലൈബീരിയയുടെ കൊടിയുള്ള എൽപീസ് എന്ന കപ്പലാണ് ഹോർമൂസ് കടന്ന മറ്റൊരെണ്ണം. ഇറാനിലെ ബുഷഹർ തുറമുഖത്ത് നിന്നുമാണ് എൽപീസ് യാത്ര തുടങ്ങിയത്. കപ്പലുകളുടെ യാത്രയ്ക്ക് US നേവി ഒരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം. ഉപരോധത്തെ തങ്ങൾ വകവയ്ക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ചൈന അവരുടെ റിച്ച് സ്റ്റാറി എന്ന കപ്പൽ ഇന്നലെ ഹോർമൂസിലൂടെ കൊണ്ടുപോയിരുന്നു.
കെപ്ലർ, മറൈൻ ട്രാഫിക് എന്നീ ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റാ സൈറ്റുകളിലും ഹോർമൂസിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഉപരോധം ആരംഭിച്ച ശേഷം ഇറാൻ ബന്ധമുള്ള ഒരു കപ്പലും ഹോർമൂസ് കടന്നിട്ടില്ലെന്നാണ് US സൈന്യത്തിന്റെ അവകാശവാദം. കപ്പലുകൾ സുഗമമായി ഹോർമൂസിലൂടെ പോയതിന് പിന്നാലെ ട്രംപിനെ കണക്കറ്റ് പരിഹസിച്ച ഇറാൻ രംഗത്തെത്തി. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്നത് പോലെ എളുപ്പമല്ല ഹോർമൂസിലെ കാര്യങ്ങളെന്നും സമൂഹ മാധ്യമത്തിൽ ബ്ലോക്ക് ചെയ്ത് കളിക്കുന്നത് പോലെയല്ലെന്നും ട്രംപ് മനസ്സിലാക്കണമെന്നും ഇറാൻ പറയുന്നു. ആരെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്താൽ പോയി തിരിച്ച് ബ്ലോക്ക് ചെയ്യാൻ ഹോർമൂസ് കടലെടുക്കുക സോഷ്യൽ മീഡിയ അല്ല എന്നായിരുന്നു ഹൈദരാബാദിലെ എംബസിയുടെ എക്സ് ഹാൻഡിലിൽ നിന്ന് ഇറാൻ കുറിച്ചത്. ഇത് അതിവേഗം വൈറലാവുകയും ചെയ്തു. ട്രംപ് അമേരിക്കൻ ജനതയെ മുഴുവൻ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുകയാണെന്നും പലരും എക്സിൽ കുറിച്ചു. ഇതാദ്യമായല്ല ഇറാന്റെ വിവിധ രാജ്യങ്ങളിലെ എംബസികൾ അവരുടെ എക്സ് ഹാൻഡിലൂടെ ട്രംപിനെ ട്രോളുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ സമാധാന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഹോർമൂസ് US ഉപരോധിക്കുകയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. പിന്നാലെ 15 യുദ്ധക്കപ്പലുകളും ഈ F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളും പ്രദേശത്തേക്ക് US സൈന്യം വിന്യസിക്കുകയും ചെയ്തു. ഇതൊക്കെ വകവെക്കാതെയാണ് ഹോർമൂസിലൂടെ ഇറാനിലേക്കും തിരിച്ചും കപ്പലുകളുടെ സഞ്ചാരം.